പറ്റുമല്ലോ. അസ്സലാമലൈക്കും. ഹായ് ഹലോ, വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വ്ളോഗിലോട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. പാല് വന്നു എന്ന് വിചാരിച്ച് വേഗം ഓടിപ്പോയി വാതിൽ തുറന്നതാണ്. അപ്പോൾ പാലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ഒന്ന് പുറത്തേക്ക് വെക്കുമ്പോഴത്തേക്കും പാല് വന്നു. പിന്നെ പാല് കൊണ്ടുവച്ചതും വീഗം പോയിട്ട് അടിച്ചു വാരിയെടുത്തു. സിറ്റൗട്ട് അങ്ങ് അടിച്ചു വാരിയിട്ട് ആ ചവിട്ടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ഇതാണ് കേട്ടോ. അത് അങ്ങനെ ശീലമായിപ്പോയതിൻ്റെ ആയിരിക്കാം. അപ്പം നമ്മളിതാ ഈ ചവിട്ടി ഉണ്ടല്ലോ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ എന്തിനു മേടിച്ചു എന്നായിപ്പോയിട്ടോ എനിക്ക്. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ട് പാലും കൊണ്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി. ഇനി നമുക്ക് ചായ വെക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. നമ്മുടെ വിശേഷങ്ങൾ എന്താ, കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഇന്ന് ഞാൻ രാവിലെ തന്നെ കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അരി ഉഴുന്നൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി കാട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടികളൊക്കെ ചെയ്യാമല്ലോ. എൻ്റെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ പണികളും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും. അപ്പോൾ വേഗത ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇതാ ഇന്നലെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. അതിനെ വീണ്ടും ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബോൺലെസ് പീസസ് ആണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതിന് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റായിട്ട് നമ്മുടെ തന്തൂരി മസാലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കസൂരി മെത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. സോയാ സോസ് ഒഴിച്ച് കൊടുത്ത കാരണം നമുക്ക് വേറെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങളിലേക്ക് ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ അത്യാവശ്യം പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെക്കണം. അപ്പോൾ ഞാൻ കുക്കറൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അരിയൊക്കെ ഇട്ട് ഒരു നാഴിയാണ് കേട്ടോ ഞാൻ വയ്ക്കാറ്. പക്ഷേ ഒരു നാഴി അയാൻകുട്ടി സ്കൂളിലോട്ട് ചോറ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു നാഴി പോരാ. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഒരു നാഴി വെച്ചുള്ളൂ. പൊറോട്ടയും ഒക്കെ ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. കഴുകി വൃത്തിയാക്കിയ അരിയിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറ് റെഡി കേട്ടോ. പിന്നെ നമ്മളിവിടെ കടല വെച്ചിട്ടൊരു കറി ഉണ്ടാക്കും. അപ്പോൾ അതും കൂടി കടല തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ കുക്കറിലിട്ടിട്ട് ഉപ്പും വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. അതുപോലെ അതിലോട്ട് വേണ്ടത് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി അല്ലെങ്കിൽ വലിയുള്ളി കേട്ടോ. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് ചെയ്തെടുക്കാം. അങ്ങനെ കുക്കറിൽ വിസിൽ വന്ന ശേഷം ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. കടല വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം. അതൊന്ന് ആവി പോണ വരെ വെയിറ്റ് ചെയ്യണമല്ലോ. ആ സമയം കൊണ്ട് വേഗം ചിക്കൻ ഫ്രൈ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിക്കും കേട്ടോ. നമ്മുടെ സോയാ സോസൊക്കെ ഒഴിച്ച് കൊടുത്ത കാരണം പെട്ടെന്ന് മസാല പിടിക്കും. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതാ കടല വേവിച്ചതിലോട്ട് പച്ചമുളക്, വലിയുള്ളി, വെളുത്തുള്ളി, തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി കാശ്മീരി ഉണ്ട്, അതുപോലെ അല്ലാത്ത മുളക് പൊടി ഉണ്ട്. മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതങ്ങ് വേവിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ വെന്തത് ഞാനിതുപോലെ ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ തേങ്ങ അരച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാലയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു പീസ് പുളി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ പുളി ഇറങ്ങിയ ശേഷം അത് എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ ഇതാ തേങ്ങ അരച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കടുകും ചെറിയ ജീരകവും ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതാണ് നമ്മൾ ഓയിലിൽ താളിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ അടച്ചു വയ്ക്കണം. അപ്പോഴാണ് ആ സ്മെല്ല് കറിയിൽ നന്നായിട്ടുണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ചോറിലേക്ക് ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ അവനക്കിന്ന് കറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കറി അവൻ കഴിച്ചിട്ടില്ല കേട്ടോ, മറന്നു. പിന്നെ ചോറിൽ കുറച്ച് ചിക്കൻ ഫ്രൈയും കടലയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവൻ ഇന്ന് കഴിച്ചിരിക്കുന്നത്. കറി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ അയ്യോ ജിനിമ കറി ഞാൻ എടുക്കാൻ മറന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ ചോറ് ഞാൻ കാസറോളിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
അതിനുശേഷം എന്താ ദോശ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്പി ആക്കിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ. ദോശ ബാറ്ററിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇന്നലെ കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വേണ്ടി വെച്ച എഗ്ഗാണ്. ഞാനിതാ അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു 8 എഗ്ഗോളം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദോശയും കൂടി ആയപ്പോൾ അതിലോട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അവനക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ലഞ്ചും ഒന്ന് സെറ്റാക്കണം. ദോശ ബട്ടർ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന. അപ്പം എന്തായാലും അവൻ ബട്ടർ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണേ ജിനിമ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക, കാരണം അത്രയും ഈസി ആയിട്ട് ഞാൻ ഇതുവരെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. പിന്നെ ഇതാ ഇന്നലെ നമ്മൾ വെച്ച ഉപ്പേരി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് താളിച്ചിട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുതിരിയും ഉണ്ണിത്തണ്ടുമാണ്. ഉപ്പേരിയും സെറ്റ്, കറി സെറ്റ്, ചോറ് സെറ്റ്, ചിക്കൻ ഫ്രൈ സെറ്റ്. അപ്പോൾ ഒരു ലഞ്ച് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് 8 മണിയൊക്കെ 8:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിൽ അടിച്ചു വാരാനുള്ള സമയമുണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. കുട്ടികളുടെ അവിടെ പോയി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയണം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. എന്നെ പോലെ ബട്ടർ ചിക്കനിൽ ആൽമണ്ട് ഇടുന്ന ഒരാളെ ഞാനും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പിന്നെ ഉണ്ണിത്തണ്ട് മുതിരയൊക്കെ കുക്കറിൽ വെച്ചുകൂടെ. ഓൾറെഡി കുതിർത്തിയ മുതിരയായിരുന്നു കേട്ടോ. ഉണ്ണിത്തണ്ട് വേവുന്ന സമയം കൊണ്ട് തന്നെ അത് മുതിരയും വേവുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. പരിപ്പും ഇതൊക്കെ കുതിർത്തിയിട്ട് എടുക്കുമ്പോൾ നമുക്കത് കുക്കറിൽ വേവിക്കണം എന്നൊന്നും വലിയ ഇതൊന്നുമില്ല കേട്ടോ. ജിനി സുഖമാണോ ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് അയൻകുട്ടിയുടെ കഴിക്കൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ജിനി ഇപ്പോൾ നല്ലോണം തടി കുറഞ്ഞ പോലെ ഉണ്ട്. താങ്ക് യു. കുറച്ചുകൂടി കഴിയട്ടെ, കാണാൻ ആഗ്രഹമുണ്ട്. ഫ്രം പട്ടാമ്പി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാമല്ലോ. വാഴപ്പിണ്ടി ഇവിടെ ഇങ്ങനെയാണ് പറയാറ്. ഫ്രം കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയാണെന്ന്. ഓക്കെ. ഇവിടെ വാഴപ്പിണ്ടി, ഉണ്ണിത്തണ്ട്, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ സാബിറ എന്നുള്ളൊരു ഐഡിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കത് മനസ്സിലായില്ല. സാബിറ ഈ വീഡിയോ വീണ്ടും കാണുകയാണെങ്കിൽ ആ കമൻറ്റ് എന്തായിരുന്നു എന്നൊന്നും കൂടെ പറയണേ. വീഡിയോ അടിപൊളി പറയുന്നുണ്ട്. ചൂൽ മാറ്റി പിടിക്കണം, ഇൻഷാല്ലാ മാറ്റി പിടിക്കാം കേട്ടോ. പിന്നെ സൂപ്പർ ഒരു സാധനം കംഫർട്ടായണ്ടല്ലോ, അത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്താണെന്നറിയില്ല. ഹായ് ജിനി, ഇങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ, ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നാൽ ഫുഡ് കഴിക്കില്ലേ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഡയറ്റ് എടുക്കുമ്പോൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറ്റീഷ്യനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ സാലഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം അത് കഴിക്കാൻ പറഞ്ഞു. പിന്നെ ചിക്കനും മട്ടനൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കുക. റൈസ് ഒഴിച്ചു കൂടാൻ പറ്റിയില്ലെങ്കിൽ ഒരു കയ്യിലൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ കഴിച്ചത് കേട്ടോ. പീനട്ടിൻ്റെ സാലഡ് ഉണ്ടായിരുന്നു, മാക്സിമം അത് കഴിച്ചു. പിന്നെ ചിക്കനും മന്തിയൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ബീഫ്, ചിക്കൻ ഇതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ മാക്സിമം കഴിച്ചിട്ട് റൈസ് വളരെ കുറച്ചാണ് കേട്ടോ എടുത്തത്. ജിനി കിണറിൽ സൂര്യപ്രകാശം കിട്ടുന്നില്ലല്ലോ എന്ന്. ഇല്ല, കിട്ടാറില്ല. നമ്മളത് കുടിക്കാനൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ആ വെള്ളം വേറെ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കുടിക്കാനുള്ള വെള്ളം നമുക്ക് മലമ്പുഴ വെള്ളം വരും. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. ഓൾറെഡി ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് വരുന്നത്. നമ്മൾ അതൊന്നും കൂടെ ഫിൽറ്റർ ചെയ്യും കേട്ടോ. ഉണ്ണിത്തണ്ട് വെന്തോന്ന്. വെന്തു. ഉണ്ണിത്തണ്ട് വേഗം വേവുമല്ലോ. ഉണ്ണിത്തണ്ട് കുക്കറിൽ ഇടണം എന്നൊക്കെ ആരാ പറഞ്ഞേ? ഞാൻ ഇതുവരെ കേട്ടില്ല. വീട്ടിലുള്ളവർക്ക് കഴിക്കാമല്ലോ. ബട്ടർ ചിക്കൻ അരിച്ചിട്ട് ഗസ്റ്റ് മാത്രം കഴിച്ചാൽ മതിയോ? ജിനി വെറുതെ പറഞ്ഞതാണ്. ഉമ്മാക്ക് സലാം പറയാം. അതെനിക്ക് മനസ്സിലായി. വീട്ടിലുള്ളവർക്കും കഴിക്കാനില്ല എന്നല്ല, പക്ഷെ നമ്മൾ വീട്ടിലാവുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ ഓരോ സംഭവങ്ങൾ ചെയ്യുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് അരിച്ചെടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ ഇത് കാരണം ഞാൻ അരിച്ചെടുത്തില്ല കേട്ടോ. പല മോഡൽ കുക്കിംഗ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. പിന്നെ അടിച്ചു വാരി വന്ന ശേഷം ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കാൻ തന്നു കേട്ടോ. ജിനിയെ കാണാൻ വന്നാൽ ജിനി മൈൻഡ് ചെയ്യുമോ? അങ്ങനെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളേ ഇല്ല കേട്ടോ. പിന്നെ മനുഷ്യന്മാരല്ലേ, ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ സമയത്തൊന്നും കാണാൻ പറ്റില്ല. ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എടുത്ത് പറയാൻ കാരണം
കാരണം എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കുറേ കാലങ്ങളായിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാർ നമുക്ക് ജാടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് വല്ലാത്തൊരു വിഷമം പിടിച്ച കാര്യമാണ്. അപ്പോൾ എന്തായാലും എന്നെ മനസ്സിലായിട്ട് എന്നെ കാണാൻ വേണ്ടി എന്നെ സംസാരിക്കാൻ വേണ്ടി വന്ന ഒരാളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇൻഷാ അല്ലാഹ് കാണാം, എവിടെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ല നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഞാൻ പോകുമ്പോൾ കണ്ടാലും നിങ്ങളെ എല്ലാവരെയും എനിക്കറിയാൻ ചാൻസ് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും എന്നെ അറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം, അപ്പം തന്നെ നമുക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ജിനിനെ കണ്ടിട്ട് ജിനി മിണ്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു അർത്ഥവും ഇല്ലല്ലോ. കാരണം നിങ്ങൾക്ക് എന്നെ അറിയാം, അപ്പോൾ എനിക്ക് നിങ്ങളെ അറിയില്ല, അപ്പോൾ ആർക്കാ ചാടാ അത് ആലോചിച്ചാൽ മതിയല്ലോ. എനിക്ക് ആ ആൺകുട്ടിയുടെ കഴിക്കൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പറയാട്ടോ അവനോട്, അവനക്ക് പിന്നെ കഴിക്കൽ കൂടുമെന്നാവും. അങ്ങനെ എല്ലാ പണികളും പതുക്കെ എല്ലാ സ്പീഡിൽ ചെയ്ത് ഞാൻ ഇന്നലെ രാത്രിയാണ് കേട്ടോ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം 4 നാഴിയുണ്ട്. അതിലോട്ട് ഏകദേശം ഞാനൊരു 1.5 നാഴിയൊക്കെ ഇട്ടു കേട്ടോ. നല്ല ഉഴുന്നാണെങ്കിൽ ഏകദേശം 1 നാഴി മതി. എനിക്കിത് ഒരു ഡൗട്ടായതുകൊണ്ടാണ് കുറച്ച് കൂടുതലിട്ടത്. പിന്നെ 2ലും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നല്ല വെള്ളം വീണ്ടും ഒഴിച്ചിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഉഴുന്നൊക്കെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും കഴുകണം. അതുപോലെ തന്നെ അരിയും നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കുക കേട്ടോ. അടച്ചിന് വെച്ചോ. അതിനുശേഷം നമുക്ക് ഒരു ഓവർനൈറ്റ് ഫുള്ള് വെള്ളത്തിലിട്ടിട്ട് എൻ്റെ പണികളും എല്ലാം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ അരി ഉഴുന്നും അരയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, ചായപാത്രങ്ങൾ മാത്രമാണ് കഴുകാണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് വേഗം കഴുകിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കഴുകിയെടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FBയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അല്ലാണ്ടൊരു കമൻറ്റ് ഞാൻ കണ്ടല്ലോ, ഞാൻ നോക്കട്ടെ കേട്ടോ എന്താണെന്നുള്ളത്. ജിനി ഓക്കെ, കുട്ടീൻ്റെ കോളേജ് കാര്യങ്ങളൊക്കെ അത് ഞാൻ ആ ഒരു ടൈമിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കോളേജും കോഴ്സും മേ ബി എനിക്ക് കോളേജിൽ പോകണമെന്നുണ്ട്. അപ്പോൾ പോകാൻ പറ്റുകയാണെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം അല്ലേ നമുക്ക്. പിന്നെ നമ്മളോട് ബിന്ദു ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഇത്രയും പാത്രങ്ങൾ എന്തിനാണ്, അത്രയും ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ. ഏറ്റവും കുറഞ്ഞ പാത്രങ്ങളാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. മാക്സിമം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയും അതിൽ കുറച്ചൊക്കെ ഒഴിവാക്കാനുണ്ട്. അത് വഴിയെ ഒഴിവാക്കിക്കൊണ്ട് പോകും കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല നല്ല പാത്രങ്ങളാണ് മേലെയും താഴേക്കായിട്ട് ഇരിക്കുന്നത്. അത് എല്ലാ ടൈമിലും യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എല്ലാം യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെയാണ്. പല ടൈമിൽ പല സാഹചര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റൗട്ടൊന്ന് വേഗം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കണം. വാഴപ്പിണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇതിൽ കമൻറ്റ് വന്നിട്ടുണ്ട്. വെറും 4 ഇതേ ഉള്ളൂ കേട്ടോ കമൻറ്റേ ഉള്ളൂ നമ്മുടെ FBയിൽ. അതെന്ത് പറ്റി എന്ന് എനിക്കറിയില്ല, സങ്കടമുണ്ട്. നിങ്ങൾ വേഗം കമൻറ്റൊക്കെ ഇടണം. പിന്നെ ഞാനിതാ ഉള്ളിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ അരി വെള്ളത്തിലിട്ടത് കഴുകി വൃത്തിയാക്കിയിട്ട് ആട്ടാൻ വേണ്ടി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രൈൻഡറിലിട്ടിട്ട് പോയിട്ടാണ് ഞാൻ എൻ്റെ ചെറിയൊരു വർക്കൗട്ടും ചെയ്യാറുണ്ട് ഈ ടൈമിൽ. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു വർക്കൗട്ട് ചെയ്യാറുണ്ട്. സ്റ്റെപ്പ് കയറി ഇറങ്ങാറുണ്ട് കേട്ടോ. അത്യാവശ്യം ഹെവി വർക്കൗട്ടല്ലേ, എന്നാൽ സമയം കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇനി ഒരു 15 മിനിറ്റിൻ്റെ വർക്കൗട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അതും ചെയ്ത് തുടങ്ങണം. അങ്ങനെ അതിൻ്റെ ഇടയിൽ അരി ഉഴുന്ന് ആട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഉഴുന്നാട്ടി എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലാണ് ഞാൻ എപ്പോഴും ഉഴുന്നാട്ടാറ്. ഞാൻ യൂസ് ചെയ്യുന്ന താജ്മഹലിൻ്റെ ചായപ്പൊടിയാണ് ഇപ്പുറത്തിരിക്കുന്നത് കേട്ടോ. അത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആദ്യം 2 സെക്ഷനിലായിട്ട് ഞാൻ ഉഴുന്ന് ആട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അരി ആട്ടിയത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഇപ്പം ചേർത്തിയിട്ടില്ല. മഴക്കാലമായതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്താട്ടോ, എന്നാലും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.